നല്ലൊരു വീഡിയോ. നമ്മളെന്ന് പറയാൻ പോകുന്നത് ലിങ്ക് പ്ലേ എങ്ങനെ വർക്കാക്കാവുന്നതായിട്ടാണ്. ലിങ്ക് പ്ലേ എന്താണെന്നുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഹോസെ മൗറിനൊന്നും വാങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ റൂബൻ അമോറിമിനിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ സ്കോഡ് മാറ്റുന്നുണ്ട്. റൂബൻ അമോറിമുള്ള സ്കോഡ് വെച്ചിട്ടുണ്ട്. പിന്നെ റൂബൻ അമോറിമിൻ്റെ ലിങ്ക് പ്ലേയിൽ അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളാദ്യം അഗ്രസീവ് സെൻറ്ററെ ഓണാക്കിയിടുക. അപ്പോൾ നമുക്ക് റിക്വയർഡ് പൊസിഷൻ നോട്ട് ഫൗണ്ട് ആണ്. ഡീറ്റെയിൽസ് പോയി നോക്കിയാൽ നമുക്ക് കാണാം. ഈ ഒരു പ്ലെയറാണ് ഫസ്റ്റിൻ്റെ പ്ലെയർ. പാസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പോകും, ഓടിക്കയറുന്നൊക്കെയാണ് കാണുന്നത് സ്ക്രീനിൽ. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് പറയാനാവില്ല. എന്തായാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലിങ്ക് പ്ലേ സെറ്റാക്കുക. ഇതിനകത്ത് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സെൻട്രൽ പീസാണ്. സെൻട്രൽ പീസിൽ പ്ലേയിങ് സ്റ്റൈലായിട്ട് ക്രോസ് സ്പെഷ്യലിസ്റ്റ് ഒന്ന്. പൊസിഷൻ ഏതാണ്? LMF RMF. LMFലോ RMFലോ കൊടുത്തിട്ട് സ്റ്റൈൽ എന്താക്കണം? ക്രോസ് സ്പെഷ്യലിസ്റ്റ് സ്റ്റൈലിൽ കൊടുക്കണം. പിന്നെ ഹോസെ മൗറിനോന് വേറെ എന്തെങ്കിലും ആണ് പ്ലേയിങ് സ്റ്റൈലും പൊസിഷനൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ മാനേജറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും ലിങ്ക് പ്ലേയിൽ. പിന്നെ കീ മാനായിട്ട് ഒരു സ്ട്രൈക്കറാണ്, സെൻറ്റർ ഫോർവേഡ് വേണം, ബോക്സിൻ്റെ ബോക്സും വേണം. അത് ചെയ്യാം. ഇപ്പോൾ സ്കോഡ് എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ഒരു ഫോർമേഷൻ ഇടുകയാണ്. 3-1-4-2 ഇട്ടിട്ടുണ്ട്. അതൊരു LMFന് മാറ്റണം നമുക്ക്. LMF ആയിട്ട് നമ്മൾ ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് നമ്മളെ സെർഹ്യൂനോ ക്രോസ് സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ കാണാം, ക്രോസ് സ്പെഷ്യലിസ്റ്റാണ് പ്ലേയിങ് സ്റ്റൈൽ വന്നിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കാം. നമ്മൾ സ്ട്രൈക്കറാണ് വേണ്ടത്. സ്ട്രൈക്കർ ഇങ്ങനെ കൊടുക്കുകയാണ്, ഡ്രോഗ്ബേനെ കൊടുക്കുകയാണ്. ഡ്രോഗ്ബ ബോക്സിൻ്റെ ബോക്സാണ്. ബോക്സിൻ്റെ ബോക്സിൽ ഏത് പ്ലെയറിനെയും കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡ്രോഗ്ബേനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇപ്പുറത്തിടാം വേണേൽ ഇപ്പുറത്തിടാം, ഇടട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ലിങ്ക് പ്ലേ കഴിഞ്ഞ് എടുക്കുക. നമ്മളെന്താക്കുക, സെർജിനോനെ ടാപ്പ് ചെയ്യുന്നുണ്ട്. സെർജിനോനെ ടാപ്പ് ചെയ്തു. അടുത്ത് നമ്മൾ കീമാനായിട്ട് ഡ്രോഗ്ബേനെ ടാപ്പ് ചെയ്തു. ഇങ്ങനെയാണ് ലിങ്ക് പ്ലേയും കാര്യങ്ങൾ സെറ്റാക്കേണ്ട വിധം. ഇങ്ങനെ സെറ്റാക്കിയാൽ ഒളിപ്പോൾ ഇതിനകത്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പോകുന്നതാണ്. നമ്മളിപ്പോൾ സെൻട്രൽ പീസിൽ സെറ്റ് ചെയ്ത ആൾ ക്രോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ പാസ് ചെയ്യുമ്പോൾ ത്രൂ പാസ് എടുക്കുമ്പോൾ ഒക്കെ എന്താണ് കീമാനിൽ കുറച്ചുകൂടി ആക്യുറസി കൂടുമെന്നാണ് അവർ പറയുന്നത്. കീമാൻ ആ ബോൾ എടുത്തിട്ട് ഷൂട്ട് അടിക്കാനൊക്കെ ആക്യുറസി കൂടുമെന്നാണ് പറയുന്നത്. പിന്നെ കീമാൻ മൂവ്സ് ഗോൾ സ്കോറിങ് പൊസിഷൻ ഇൻ ആൻറ്റിസിപ്പേഷൻ നോക്കിയിട്ട് ക്രോസിന് ഒപ്പം മൂവ് ചെയ്യാനും നമ്മളെ ഗോൾ സ്കോറിങ് ആയിട്ടുള്ള സ്ട്രൈക്കറിന് പറ്റുന്നതാണ് എന്നൊക്കെയാണ് അവർ പറയുന്ന ലിങ്ക് പ്ലേയിലും കാര്യങ്ങളും. പക്ഷേ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ലിങ്ക് പ്ലേ ഒന്നും യൂസ് ചെയ്ത് കളിക്കാനില്ല. ഞാനിപ്പോൾ മെയിൻലി റൂബൻ അമോറിം കൊണ്ട് ഔട്ട് വൈഡാണ്. ഞാൻ ക്വിക്ക് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ റൂബൻ അമോറിമിനെ ചൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഞാൻ സ്റ്റോയ്ക്കോവിച്ചിനെ തന്നെയാണ് ചൂസ് ചെയ്യാറ്. സ്റ്റോയ്ക്കോവിച്ച് അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.